السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്ദ്യരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവറുകളെ, വേദിയിലെ മറ്റ് സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ പരിപാവനവുമായ റമളാൻ മാസം വിട പറഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ തുടർച്ചയായി ശവ്വാൽ 6 നോമ്പ് കഴിയുന്ന ഈ ദിവസത്തിൽ ഇവിടെ സംഘടിച്ചിരിക്കുന്ന ഈ മഹത്തായ സംഗമം അർഹമുർറാഹിമീനായ റബ്ബുൽ ഇസ്സത്തിൻ്റെ അടുക്കൽ ഏറെ സവിശേഷതയുള്ളതും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയിരിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിൽ സാക്ഷികളാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. ഈ പരിശുദ്ധമായ സംഗമത്തെ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ വലിയുല്ലാഹി സിയം അവറുകളുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു മഹത്തായ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ സംഗമം എന്നതുകൊണ്ട് പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ സിയം വലിയുല്ലാഹി അവറുകളുടെ തിരുനോട്ടവും അവിടുത്തെ ആത്മീയമായ സാന്നിധ്യവും ഈ സദസ്സിന് വളരെ അധികം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് പ്രാർത്ഥനാ നിർഭരമായ സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി പലരും പല വിധത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് താനും. ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജനാബ് അബൂബക്കർ യമാനി ഉസ്താദ് അങ്ങകലെ UAE-യിൽ കഠിനമായ പ്രളയം, മഴ കാരണം ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നിന്ന് കിട്ടാൻ വേണ്ടി ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ
ഓർമ്മിക്കണം എന്നിവിടെ പറയുകയുണ്ടായി. നാം ഇന്ന് പത്രത്തിലൊക്കെ വായിച്ചതാണ്, ഒമാനിൽ ശക്തമായ കൊടുങ്കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ട് ദാരുണമായ പല മരണങ്ങളും അവിടെ നടക്കുകയുണ്ടായി. അതോടനുബന്ധിച്ച് GCCയിലെ പല സ്ഥലങ്ങളിലും ശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സ്കൂളുകൾക്കൊക്കെ അവധി നൽകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ പ്രളയത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അർഹമുർ-റാഹിമീനായ റബ്ബുൽ ഇസ്സത്ത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സ് മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി ഏറെ ഇഷ്ടപ്പെടുന്ന സദസ്സാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹിയുടെയും അതുപോലെ നമുക്ക് നേതൃത്വം നൽകിയ ആധ്യാത്മിക മഹോന്നതന്മാരുടെയും അവർക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന പരിശുദ്ധരായ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട സ്വഹാബത്തും സർവോപരി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇത്തരം ഈ ആത്മീയമായ സദസ്സുകളും ആത്മീയമായ നേതൃത്വങ്ങളുമായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ വിജയിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും സാധിച്ചിരിക്കുന്നത്. അതിലൂടെ അവരൊക്കെ നേടിയെടുത്തിരിക്കുന്നതും ഏറ്റവും അനിവാര്യമായ ഈമാനിൻ്റെ ശക്തിയാണ്. അവരൊക്കെ ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഹാബത്തിൻ്റെ ഈമാനിനെ നമുക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇതുപോലെയുള്ള ആധ്യാത്മിക ജ്ഞാനികളായ സ്വാലിഹീങ്ങളുടെ ഈമാനിനെയും അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അത് സുശക്തമാവുകയും ചെയ്യാനുള്ള കാരണം ഒരാത്മീയമായ ഒരു അനുഭൂതിയിലൂടെ അവർക്കുണ്ടായിരിക്കുന്ന ആ ഈമാനിക ശക്തിയാണ്. ഈമാൻ എന്നത് അധികരിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന കാര്യമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ഒരു അധ്യായം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈമാൻ യസീദു വയൻഖുസു എന്നാണ്. ഈമാൻ അധികരിക്കുകയും ചെയ്യും, ചുരുങ്ങിപ്പോവുകയും ചെയ്യും. അള്ളാഹു ചുരുങ്ങുന്നതിനെ തൊട്ട് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുങ്ങാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഈമാനിനെ എത്രമാത്രം ശോഷിപ്പിക്കണം, എത്രമാത്രം അതിന് ക്ഷീണമുണ്ടാക്കണം എന്ന് പരിശ്രമിച്ച് നടന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ളത്. ഈ സമൂഹത്തിൻ്റെ ഈമാനിനെ തകർക്കാൻ, അതിന് ക്ഷീണം സംഭവിപ്പിക്കാൻ ഇവിടെ പലരും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനിനെ സുശക്തമാക്കാൻ എന്ത് മാർഗമുണ്ട് എന്നതിനെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടി ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന അവസരമാണ് ഇതെന്ന് ഞാൻ ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മഹാനായ CM വലിയുല്ലാഹിയും അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ ചെയ്തിരുന്നത് സമൂഹത്തിന് ഈമാനിനെ വർദ്ധിപ്പിച്ചു കൊടുക്കലായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു മഹത്തായ സംവിധാനമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഈമാനികമായി ശക്തമായി. എന്തുകൊണ്ടാണ് അവരുടെ ഈമാൻ ശക്തമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസാന്നിധ്യവും അവിടുത്തേതായ തസ്കിയത്തും അവിടുത്തെ തർബിയത്തിലൂടെയാണ് അവർക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തിനോട് പറയുന്നത് ഓരോന്നും അനുഭവജ്ഞാനത്തിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ മക്കയിലുള്ള ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരോട് ഉപദേശം നൽകുകയാണ്. ആ ഉപദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ, നമുക്കൊരു ഇലാഹുണ്ട്. ആ ഇലാഹ് അള്ളാഹുവാണ്. ആ ഇലാഹായ അള്ളാഹുവാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്, ആകാശം സൃഷ്ടിച്ചത്, സൂര്യനക്ഷത്ര ചന്ദ്രഗോളങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ജനങ്ങളുടെ സദസ്സിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് എങ്കിൽ ആ ചന്ദ്രനെ 2 പിളർപ്പാക്കി കഷ്ണമാക്കി മാറ്റി നിർത്തി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് പറയൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പറയുന്നു, അള്ളാഹുവേ, നീ സൃഷ്ടിച്ച ചന്ദ്രനില്ലേ, അത് 2 കഷ്ണമായി 2 ഭാഗത്തേക്ക് മാറ്റി നിർത്തി കാണിച്ചു തരൂ എന്ന് അള്ളാഹുവിനോട് പറയുന്നു. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ആ ചന്ദ്രലോകത്തെ 2 കഷ്ണമാക്കി 2 ഭാഗത്തേക്ക് മാറ്റി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കാനും ആ അള്ളാഹുവാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്നും ആ അള്ളാഹുവാണ് ഈ ലോകം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ അവർക്ക് ഈ സംഭവത്തിലൂടെ, ഈ അമാനുഷിക സംഭവത്തിലൂടെ അവർക്ക് സാധ്യമാവുകയാണ്. അതിലൂടെ അവരുടെ ഈമാൻ ശക്തിപ്പെടുകയാണ്. മദീനത്തെ പള്ളിയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വെള്ളിയാഴ്ച ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി പറയുകയാണ്. അതൈനാക വൽ അദ്റാഉ തുദ്മി ലബാനുഹാ വഖദ് ശാഗിലത് ഉമ്മുസ്സബിയ്യി അനിത്ത്ഫിലി വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്ന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇദ്ദേഹം ഒരു ആവലാതി പറയുകയാണ്, രൂക്ഷമായ ജലക്ഷാമത്തിൻ്റെ ആവലാതി. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, വെള്ളം കുടിക്കാത്തതിനാൽ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജലാംശങ്ങൾ വറ്റിത്തീർന്നിരിക്കുകയാണ്. അതിൻ്റെ രൂക്ഷത വളരെ കഠിനമായിരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് മുലയൂട്ടുന്ന പെണ്ണുങ്ങളുടെ മുലയിൽ നിന്ന് പാലിന് പകരം രക്തമാണ് വരുന്നത്. അത്രമേൽ വെള്ളത്തിൻ്റെ ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ഞങ്ങൾ ഈ സങ്കടം ആരോട് പറയണം? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്ന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങളെ സങ്കടം ആരോട് പറയണം? അവിടത്തോടല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തരമായി മഴ കിട്ടണം യാ റസൂലല്ലാഹ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആവലാതി പറഞ്ഞപ്പോൾ വളരെ ഗൗരവമുള്ള ഈ വിഷയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നു. അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മസ്തിനാ, അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ തരൂ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്യുന്നു.
ഇത് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും വിശ്വസിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത്. ആ സഹാബത്തിന് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ് ഇവിടെ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു ആണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ആ അള്ളാഹു ആണ് ഞങ്ങൾക്ക് മഴ തരുന്നത്. ആ അള്ളാഹു ആണ് മഴ നിർത്തുകയും ചെയ്യുന്നത് എന്ന് അവർക്ക് അനുഭവജ്ഞാനത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. ഇങ്ങനെ അനുഭവജ്ഞാനത്തിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈമാനിനെ അവരുടെ ഹൃദയത്തിൽ ശക്തിപ്പെടുത്തി കൊടുത്തവരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മുഅ്ജിസത്തിലൂടെ ഇങ്ങനെയുള്ള അമാനുഷിക കാര്യങ്ങളിലൂടെ അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ട് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവരുടെ ഈമാനിനെ സംബന്ധിച്ച് അഥവാ സ്വഹാബത്തിന്റെ ഈമാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് വല്ലദീന ആവവ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. പരിശുദ്ധരായ മുഹാജിറുകളും അൻസാറുകളുമായ ബഹുമാനപ്പെട്ട സഹാബത്ത് അവർ ശക്തിയുള്ള മുഅ്മിനീങ്ങളാണ്. അവരുടെ ഈമാൻ വളരെ ശക്തമാണ്. എന്താണ് അവരുടെ ഈമാൻ ശക്തമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആധ്യാത്മികമായ രൂപത്തിലുള്ള അവരോടുള്ള പെരുമാറ്റവും അവരോടുള്ള സമീപനവും അവർക്ക് ഈമാൻ ബോധ്യപ്പെടുത്തക്ക വിധത്തിലുള്ള അള്ളാഹുവിങ്കൽ നിന്ന് ലഭ്യമായിരിക്കുന്ന മുഅ്ജിസത്തിലൂടെ അവരുടെ ഈമാൻ ശക്തിപ്പെടുത്തി. അഥവാ അവരുടെ ആധ്യാത്മികമായ ചികിത്സയിലൂടെ അവരെ ശക്തിപ്പെടുത്തി. ഈ ഒരു ആധ്യാത്മികമായ ചികിത്സയും തർബിയത്ത് തന്നെയായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പല ഇടങ്ങളിലായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ മെത്തേഡാണ് ഈ ആയത്തിലൂടെയും സമാനമായ ഇതുപോലുള്ള ആയത്തുകളിലൂടെയും അള്ളാഹു അറിയിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ശൈലി എന്ന് പറയുന്നത് തിലാവത്തിലൂടെ, തസ്കിയത്തിലൂടെ, തഅലീമിലൂടെ, ഇങ്ങനെ 3 വിഷയത്തിലൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തർബിയത്തും തസ്കിയത്തും അവിടെ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ഈമാൻ സുശക്തമായി. ഈമാൻ വളരെ ശക്തമായതോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ അവർക്ക് സൗഭാഗ്യം ലഭ്യമായി. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അള്ളാഹുവിന്റെ റിളയും പൊരുത്തവും അവർക്ക് സമ്പാദിക്കാൻ സാധിച്ചു. ഇതെല്ലാം ഒരു ആധ്യാത്മികമായ ആ ഒരു തർബിയത്തിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു മഹത്തായ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ ബഹുമാനപ്പെട്ട സഹാബത്തിനെ ഈ രൂപത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തർബിയത്ത് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തിന് ആ നിലക്കുള്ള തർബിയത്ത് ചെയ്ത മഹത്തുക്കളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. നമ്മുടെ മശായിഖന്മാർ എന്ന് പറയുന്നവരൊക്കെ അതാണ് അവർ ചെയ്തിരിക്കുന്നത്. മഹാനായ CM വലിയുല്ലാഹി ആയിരുന്നാലും അതുപോലെ നമ്മുടെ മുൻകാല കഴിഞ്ഞു പോയ മഹാന്മാരായ മശായിഖന്മാരും അഖ്താബീങ്ങളും ഗൗസുൽ അളീമങ്ങളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഹൃദയത്തെ ശുദ്ധമാക്കി അവർക്ക് ആത്മീയമായ ചികിത്സ നടത്തി അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. അവർ ആധ്യാത്മികമായ പുരോഗതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നു. അഥവാ അവരിൽ ഈമാനിനെ ശക്തിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. ഈ ഒരു മഹത്തായ സംവിധാനമാണ്
അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അടുക്കലേക്ക് ഒരുപാട് മുരീദുമാർ പോകുന്നത്. അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവർ ആവലാതി പറയുന്നത്, അവരിലൂടെ അവർക്ക് കിട്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവരോട് ചൊല്ലാനും അവരോട് ഓതുവാനും പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അഥവാ അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള ചികിത്സകളാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. മഹാനായ സി.എം. വലിയുള്ളാഹിയുടെ ജീവിതകാലത്തും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വന്തം ജീവിതകാലത്ത് സ്വന്തമായി ആത്മീയമായ പുരോഗതി നേടി. മഹാനവറുകളുടെ ജീവിതകാലത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് അവരുമായി സഹകരിച്ച സഹപാഠി കെട്ടിയിരിക്കുന്ന അവരുടെ കൂട്ടുകാർ പറയുന്നു, ഒരു കറാഹത്ത് പോലും അല്ലെങ്കിൽ ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യുന്നതെല്ലാം ഇബാദത്താക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് അനുഭവത്തിലൂടെ പലരും പങ്കുവെക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. മഹാനായ സി.എം. വലിയുള്ളാഹി തളിപ്പറമ്പിൽ മഹാനായ ശംസുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ പഠിക്കുന്ന കാലത്ത് മഹാന്മാരായ അവരുടെ കൂട്ടുകാർ പറയുന്നതായി കേട്ടിട്ടുണ്ട്. വൈകുന്നേരം ചായ കുടിക്കാൻ പോകുന്ന അവസരത്തിൽ കൂട്ടുകാരോട് പറയും, നിനക്ക് ഞാൻ ഒരു ചായ നേർച്ചയാക്കുന്നു, നീ എനിക്കും ഒരു ചായ നേർച്ചയാക്കി, അതൊരു നേർച്ചയാക്കി എന്നൊരു ഇബാദത്താക്കിയിട്ട് നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുന്നത് പോലും ചായ കൊടുക്കുന്നത് പോലും അതൊരു ഇബാദത്താക്കി മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇബാദത്താക്കി മാറ്റിയെടുത്തുകൊണ്ട് ഇബാദത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് അവിടുത്തെ ആധ്യാത്മികമായ ആ ഒരു ഉന്നതമായ നേട്ടം അവർ കൈവരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഉന്നതമായ നേട്ടമാണ് അവിടുത്തെ ശിഷ്യന്മാരിലൂടെ ഈ ലോകത്ത് മഹാനവറുകൾ സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അതിനാവശ്യമായ കാര്യങ്ങളും ചെയ്യുന്നത് മഹാനായ സി.എം. വലിയുള്ളാഹിയെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തുകൊണ്ട്? ഒരു ആധ്യാത്മികമായ ഉയർച്ചയാണ് നമ്മുടെ വിജയത്തിൻ്റെ നിദാനം. ആ ആധ്യാത്മികമായ ആ വിജയത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. ആ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ എന്ന് തുടങ്ങി ഒരുപാട് സത്യങ്ങൾ ചെയ്ത അല്ലാഹു, അവിടുന്ന് സത്യം ചെയ്തിട്ട് അല്ലാഹു പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഹൃദയം ശുദ്ധീകരിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ, അവരാണ് നിശ്ചയം വിജയിക്കുക. അത് ചെയ്യാത്തവർ വളരെ പരാജയപ്പെട്ടു പോകുമെന്നും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആധ്യാത്മികമായ ചികിത്സകൾ അത് ശുദ്ധീകരിക്കുക എന്നത് നമുക്ക് അനിവാര്യമായ കാര്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ആ അനിവാര്യമായ കാര്യമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിലൂടെ നടത്തിയിട്ടുള്ളത്. ആ സ്വഹാബത്തും അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങളിലൂടെയും നടത്തിയിട്ടുള്ളത്, അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങളിലൂടെ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ കഴിഞ്ഞുപോയ സലഫുസ് സാലിഹീങ്ങളായ സാദാത്തുക്കളും സൂഫി വര്യന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ ചെയ്തിരുന്ന ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അവർ ആധ്യാത്മികമായി സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ സി.എം. വലിയുള്ളാഹിയും ഈ മാർഗത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നല്ല സാരോപദേശം നൽകുകയും അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരുപാട് ആധ്യാത്മിക ജ്ഞാനികളെയും ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് സത്യവിശ്വാസികളെയും വാർത്തെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്.
ആ മഹാന്മാർ ഏറെ ഇഷ്ടപ്പെടുന്നത് ഇത്തരം സദസ്സുകൾ തന്നെയാണ്. കാരണം ഈ സദസ്സിലൂടെ ദിക്ർ ചൊല്ലുന്നു, ഈ സദസ്സിൽ സ്വലാത്ത് ചൊല്ലുന്നു, ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് ആവശ്യമായ ഒരുപാട് മരുന്നുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മരുന്നുകളാണ് ഇത്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് ഏറെ സഹായകരമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ നശിച്ചു പോകാനും അത് ചുരുങ്ങി പോവാനും സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള തികഞ്ഞ ജാഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ വാട്സപ്പ് ആയിരുന്നാലും നമ്മുടെ സോഷ്യൽ മീഡിയ ആയിരുന്നാലും നമ്മുടെ ഈമാനിന് ക്ഷയം സംഭവിക്കത്തക്ക വിധത്തിലുള്ള പലവിധ കമന്റുകളും മെസ്സേജുകളുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. അതിൽ ആശ്രയിച്ചുകൊണ്ട് നാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ തുലക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഹൃദയം വളരെ വളരെ പിന്നിലോട്ടാവുകയും ഈമാനികമായി നാം വളരെ തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരു വല്ലാത്ത കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ നാം പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് എന്ത് ദിക്ർ, എന്ത് സലാത്ത്, എന്ത് മജ്ലിസ്, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്, ഇതൊക്കെ എന്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ആക്ഷേപിക്കുകയും ഇതിനെയൊക്കെ തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരുത്സാഹപ്പെടുത്തലിൽ പെട്ടുപോയി നാം അതിൽ നിന്ന് പിന്നോട്ടായാൽ നമുക്ക് വരാൻ പോകുന്ന പ്രത്യാഘാതം നമ്മുടെ ഈമാനിന് ക്ഷയം സംഭവിക്കാൻ പോവുകയാണ് എന്ന ദൂരവ്യാപകമായ അപകടത്തെക്കുറിച്ച് നാം നല്ലതുപോലെ ബോധവാന്മാരാവണം. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വേരുറക്കാൻ അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ നാവുകൊണ്ട് നല്ല കലിമത്തുകൾ പറയാൻ വേണ്ടിയാണ്. നമ്മുടെ നാവുകൊണ്ട് നല്ല കലിമത്ത് പറയലൂടെയാണ് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ സാധിക്കുക എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഉദാഹരണ സഹിതമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ല ഹീൻ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തലമണ്ടയിലേക്ക് ശരിക്ക് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഉദാഹരണം പറഞ്ഞു തന്നുകൊണ്ട് കലിമത്തു തയ്യിബ് എന്ന് പറയുന്ന നാവുകൊണ്ട് പറയുന്ന നല്ല കലിമത്തുകൾ, ആ കലിമത്തുകളിലൂടെ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുവാനും ആ കലിമത്തുകളിലൂടെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും ആ ഹൃദയ ശുദ്ധീകരണത്തിന്റെ അതിന്റെ പ്രതിഫലനമായി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകത്തക്ക വിധത്തിൽ പാകപ്പെടുത്താൻ ഈ കലിമത്തു തയ്യിബത്തിന് സാധിക്കുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉദാഹരണ സഹിതം പറഞ്ഞു തന്നിരിക്കുന്ന ഇത്തരം കലിമത്തുകളെയും ഇത്തരം നല്ല മജ്ലിസുകളെയും അടച്ചാക്ഷേപിക്കുകയും അതിനെയൊക്കെ ഇകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഈ സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നവർ ചെയ്യുന്നത് തികഞ്ഞ അപകടകരമായ അവസ്ഥയാണെന്ന് നാം തികച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈമാനിന് ക്ഷയം വരുത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം കൂടുതൽ ജാഗ്രതയാവണം. ആ കൂടുതൽ ജാഗ്രതയാകുന്നതിന് നമുക്ക് നല്ല കലിമത്തുകൾ പറയുന്ന സംവിധാനങ്ങൾ, നല്ല വാക്കുകൾ പറയുന്ന മജ്ലിസുകൾ നമുക്കിവിടെ ഉയർന്നു വരണം. അത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒരു സ്ഥിരം പദ്ധതിയാണത്. അതൊരു കൊല്ലത്തിൽ മാത്രമുള്ളതല്ല, അവരുടെ ദിനം പ്രതിയുള്ള സംവിധാനമാണത്. മഹാന്മാരായ മശായിഖന്മാർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖൗസുൽ അളമായിരുന്നു ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയിരുന്നാലും, അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളായിരുന്നാലും, അബിൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയ മഹാന്മാരെല്ലാം തന്നെ അവരുടെ സ്ഥിരം സംവിധാനമായി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്
അവരുടെ മുരീദുമാരെ കൊണ്ട് നല്ല കലിമത്തുകൾ പറയിപ്പിച്ചുകൊണ്ട് അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അവർക്ക് നാളെ പാരത്രിക ജീവിതത്തിൽ വിജയം അവർക്ക് ഉറപ്പ് വരുത്തി കൊടുത്തക്ക വിധത്തിലുള്ള ഈ ഒരു സംവിധാനമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ അജണ്ട. ആ അജണ്ടയാണ് ഈ സദസ്സിലൂടെ നാം നടപ്പിലാക്കുന്നത്. ഈ അജണ്ടയെ നമ്മുടെ ഈ ഉറൂസ് പ്രോഗ്രാമുകളിൽ വെച്ച് ഒരുപക്ഷെ മഹാനായ CM വലിയുല്ലാഹി ഏറെ ഇഷ്ടപ്പെടുന്നത് ഈ മഹത്തായ ഒരു മജ്ലിസിനെ ആയിരിക്കും എന്നുകൂടി നാം വിലയിരുത്തുമ്പോൾ ഈ മജ്ലിസിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയാം. ഈ മജ്ലിസിൽ വെച്ച് നാം ദുആ ചെയ്യുന്നു. ഈ മജ്ലിസിൽ വെച്ച് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഒരിക്കലും തന്നെ അള്ളാഹു ഈ മജ്ലിസിനെ തട്ടിക്കളയുകയില്ല എന്ന് നാം പരിപൂർണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ CM വലിയുല്ലാഹി അവറുകൾ അവിടുത്തെ ജീവിതകാലത്ത് ഒരുപാട് നന്മകൾ ചെയ്തു. ആ നന്മകളുടെ തുടർച്ചയായി ഇന്നും നമ്മുടെ മഖാം കമ്മിറ്റി വളരെ സുശക്തമായി ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുകയാണ്. മഹാനായ CM വലിയുല്ലാഹിയെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, CM വലിയുല്ലാഹി ജീവിതകാലത്ത് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വളരെ നല്ല സുശക്തമായി സുതാര്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും മഹാനായ വലിയുല്ലാഹിയെ സന്തോഷിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് ആവശ്യമായ ഇതുപോലെ മജ്ലിസുകൾ എല്ലാ മഹല്ലത്തുകളിലും ഇനിയും സജീവമായി കൊണ്ടിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടി എല്ലാ മഹല്ലുകളിലും ഇപ്പോൾ നടന്നു വരുന്ന മജ്ലിസുന്നൂർ നമ്മുടെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആ പവിത്രമായ നേതൃത്വത്തിൽ ആരംഭം കുറിച്ചിരിക്കുന്ന മജ്ലിസുന്നൂർ ഇന്ന് ലോകമാകെ വ്യാപിച്ചു കിടക്കുകയാണ്. എല്ലാ മുസ്ലിമുകളുടെ രാജ്യങ്ങളിലും മജ്ലിസുന്നൂർ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മജ്ലിസുന്നൂർ, അതുപോലെ തന്നെ സ്വലാത്ത് മജ്ലിസുകൾ, ഇതെല്ലാം കൂടുതൽ സജീവമാക്കി നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനുള്ള കലിമത്തുൻ തയ്യിബത്തിന്റെ ഒരു നല്ല മാർഗങ്ങളായി ഇത് ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നാം സ്നേഹിക്കുന്നു, സാദാത്യങ്ങളെ നാം ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവരെ ആദരിക്കുക, ആദരിച്ച വസ്തുക്കളെ ആദരിക്കുക, ആദരിക്കേണ്ടുന്ന സമയങ്ങളെ ആദരിക്കുക. ഇങ്ങനെ അള്ളാഹു ആദരവ് നൽകിയതിനെല്ലാം തന്നെ ആദരവ് നൽകുക എന്നത് നമ്മുടെ ഈമാനിന്റെ സുശക്തത്തിനും നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിനും അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തീരും. അവരെ നിന്ദിക്കുന്നതോ അള്ളാഹുവിന്റെ വെറുപ്പിന് കാരണമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സൂറത്തുൽ കഹ്ഫിൽ ഒരു നായയെ സംബന്ധിച്ച് പരാമർശിക്കുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ. ആ നായയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ ആദരവോടെ ബഹുമാനത്തോടു കൂടിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ നായ നാളെ പരലോകത്ത് സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താണ് ആ നായയുടെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ ഏതാനും സത്യവിശ്വാസികളെ ആ നായ സ്നേഹിച്ചു എന്നതാണ് ആ നായയുടെ പ്രത്യേകത. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവരെ നിന്ദിക്കുന്നതിൽ ഏത് സാധനത്തിനും വല്ല പങ്കുമുണ്ടായിരുന്നെങ്കിൽ അവരെയും അല്ലാഹു നിന്ദിക്കും എന്നതിന്റെ തെളിവാണല്ലോ പല്ലി എന്ന് പറയുന്ന ഗൗളിയെ
കണ്ടെടുത്ത് വെച്ചിട്ട് ചൊട്ടിക്കൊല്ലണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട് നശിപ്പിക്കാൻ വേണ്ടി നമ്രൂദ് ഒരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കിയപ്പോൾ ആ തീ ഒന്നുകൂടി കത്തട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പല്ലിയുടെ ഒരു ഉപ്പാപ്പ പല്ലി ആ കാലത്ത് ആ തീയിലേക്ക് ഒന്ന് ഊതിയിരുന്നു. ആ ഊതിയിരുന്ന കാരണം കൊണ്ട് തന്നെ പല്ലിവർഗത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. അപ്പോൾ ആദരിക്കപ്പെടേണ്ടുന്ന വ്യക്തികളെ ആദരിക്കാതിരുന്നാൽ വരാൻ പോകുന്ന വലിയ അപകടങ്ങളാണ് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ആദരിക്കേണ്ടുന്നവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടുന്നവരെ നാം ബഹുമാനിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലി ബൈത്തായ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ നാം ഒക്കെ ബഹുമാനിക്കുന്നു. ഈ സദസ്സിൽ ഒരുപാട് സാദാത്യങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാവുകയാണ്. നാം എല്ലാവരും അവരെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? അവരെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ വർധനവിന്റെ പ്രധാനപ്പെട്ട കാരണമായി തീരും, യാതൊരു സംശയവുമില്ല. മഹാന്മാരായ നമ്മുടെ സാദാത്യങ്ങളെ, പാണക്കാട് സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അടക്കം, കണ്യത്ത് ഉസ്താദ് അടക്കം, അതുപോലെ കഴിഞ്ഞുപോയ മഹാന്മാരടക്കം, ഈ കാലത്തുള്ള എല്ലാ മഹാന്മാരും ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളെയൊക്കെ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമാണ് അവരെ കണ്ടിരുന്നത്. അവരുടെ കൈപിടിച്ച് മുത്തുന്നു, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടുന്നു. ഇതെല്ലാം ആ മഹാന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് നാം പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അവരോടുള്ള അനാദരവ് കാട്ടത്തക്ക വിധത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ നാം ഉണ്ടാക്കുന്ന ഈ അനാവശ്യമായ കാര്യങ്ങൾ, അത് ഏതിൻ്റെ പേരിലായിരുന്നാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്നതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതൊരുത്തനും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും പറയുവാനോ എന്തെങ്കിലും എഴുതുവാനോ ഒരിക്കലും തന്നെ അനുവാദം കൊടുക്കുകയോ അങ്ങനെ കൊടുക്കുന്ന ചരിത്രമേ ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അതിൽ ആരും തന്നെ വഞ്ചിതരായി പോകരുത്. മഹാന്മാരായ സാദാത്യങ്ങളെ അവരെ പരിപൂർണമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്നും പിറകോട്ട് പോകുന്ന പ്രശ്നമേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സാദാത്യങ്ങളെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നാം സ്വീകരിക്കണം, അംഗീകരിക്കണം. അങ്ങനെയുള്ള മഹാന്മാരാണ് ഈ സമുദായത്തിന് തണലായിട്ടുള്ളത്, ഈ സമുദായത്തിന് രക്ഷയായിട്ടുള്ളത്. അങ്ങനെയുള്ള മഹാന്മാരെ ആദരിക്കലോടുകൂടി നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കലാണ്. അവരെ അനാദരവ് കാണിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കമാൻഡുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനാൽ വരുന്ന പ്രത്യാഘാതം നമ്മുടെ ഈമാനിന് ക്ഷതം സംഭവിക്കും എന്ന ഏറ്റവും വലിയ ഗൗരവമായ കാര്യം എല്ലാവരും വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ എഴുത്തുകളും ഈ സമുദായത്തിന്റെ ഭിന്നതയ്ക്ക് വേണ്ടിയും ഈ സമുദായത്തിന്റെ ശിഥിലീകരണത്തിന് വേണ്ടിയും ആയി തീർന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ ഒരു കെട്ടുറപ്പ്, ഈ കെട്ടുറപ്പിനെ കാത്തു സൂക്ഷിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ ഒരു കെട്ടുറപ്പാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഈ മഹത്തായ സത്യസരണിയാണ് ഈ സരണി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ആ ഒരു സത്യസരണിയിലൂടെയാണ് ഈ സമുദായത്തെ നിയന്ത്രിക്കുന്നത്. ഒരു ബിദ്അത്തുകാരന്റെ ബിദ്അത്തും ഇവിടെ വിലപ്പോവാതിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുശക്തമായ ഇടപെടൽ കൊണ്ടാണ്. ഈ സമുദായത്തിന്റെ ഈമാനും ഈ സമുദായത്തിന്റെ ഇസ്ലാമും ഈ സമുദായത്തിന്റെ തഖ്വയും അമലും ഈ സമുദായത്തിന്റെ ഈ നല്ല മാർഗങ്ങളെ
കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട സമസ്ത 100-ാം വാർഷികത്തിലേക്ക് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതുവരെ അത് ചെയ്തു പോന്നിട്ടുള്ളത്. ഈ സമുദായത്തിനെ എത്രമാത്രം ആധ്യാത്മികമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ, അവരുടെ ഈമാനിനെ എത്രമാത്രം സംരക്ഷിക്കാൻ കഴിയുമോ, അതാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യമായ അജണ്ട. ആ അജണ്ടയിൽപ്പെട്ടത് തന്നെയാണ് സാദാത്യങ്ങളെ ബഹുമാനിക്കുക, ആ സാദാത്യങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടുക. അതോടൊപ്പം തന്നെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരം നല്ല സൽക്കർമ്മങ്ങളെ ഇവിടെ നിലനിർത്തുക. അതിലൂടെ ഈ സമുദായത്തിൻ്റെ ഈമാനിനെ സംരക്ഷിക്കുക എന്ന ഈ മഹത്തായ ദൗത്യം ബഹുമാനപ്പെട്ട സമസ്തകളെ ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള മഖാം ഷരീഫുകളെയും ഇതുപോലെയുള്ള മഹല്ലത്തുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നു. ആ സംരംഭങ്ങളിൽ നാം ഭാഗവാക്കാവുകയും അതിനോട് നാം ഒട്ടിച്ചേർന്നുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള ആ സ്നേഹത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ നാം പ്രത്യേകം ജാഗ്രത കാട്ടണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോടെല്ലാവരോടും ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈമാൻ നശിച്ചു പോയാൽ ഈ സമുദായം തകർന്ന് തെരിപ്പടമായി പോകും. അല്ലാഹു റബ്ബുൽ ആലമീൻ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വിജയത്തിൻ്റെ ഏക സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ മാത്രമാണ്. നമ്മുടെ മറ്റുള്ള യാതൊരു ഭൗതികമായ നേട്ടങ്ങളൊന്നും തന്നെ നമ്മുടെ വിജയത്തിന് നിദാനമാകുന്നില്ല. നമ്മുടെ ഈമാൻ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ അവിടെ നമുക്ക് ഇസ്സത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുവാൻ നാം പരിശ്രമിക്കുകയും അതിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ നാം അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അടിമകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഒരു മഹത്തായ പാത കാണിച്ചു തന്നിരിക്കുന്ന മഹാനായ CM വലിയുല്ലാഹിയെ പോലെയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കുമാറാവട്ടെ. നമ്മെ അള്ളാഹു ഖൈറിലാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്സത്ത് നിലനിർത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉയർന്നു വരുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഈ മഹത്തായ മജ്ലിസിന്റെ ഔപചാരിക ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന വിശുദ്ധവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട